ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പിജൻ ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ പുതിയ പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് AS ലോഫ്റ്റ് എന്ന് പറഞ്ഞ അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളെ കൂടെ AS ലോഫ്റ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഷിബുവേട്ടൻ നമ്മളെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഷിബുവേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതാണ് ഷിബുവേട്ടൻ. അപ്പോൾ ഷിബുവേട്ടൻ ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു വലിയൊരു സമയം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലോഫ്റ്റ്. നമസ്കാരം ശിവട്ടാ. നമുക്ക് ഒന്ന് പ്രാവങ്ങളും വിശേഷങ്ങളൊന്ന് ജസ്റ്റ് എല്ലാം കാണിച്ചാ വരും. അപ്പൊ ഇതൊക്കെ ഇവർക്ക് പ്രൈസ് കിട്ടുകയാണ് കേട്ടോ. കൂടുതൽ ഇവരെ ഏറ്റവും കൂടുതൽ പിന്നെ ഓവറുകൾ പറപ്പിക്കുന്ന ഒരു കൂടും കൂടിയാണ് കേട്ടോ AS ലോഫ്റ്റ്. ഇതൊക്കെ ഇവർക്ക് കിട്ടിയ പ്രൈസുകളാണ്. ഇതൊക്കെ ഇവരെ വില്ലേജോട് പ്രാവുകൾ എല്ലാം സെറ്റ് പൊളിച്ചിട്ടിട്ടുള്ള ഇതാണ് കേട്ടോ കൂടുതലും കാണുന്നത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പ്രാവുകൾ കാണാം. ഇതൊക്കെ കുഞ്ഞന്മാരെടുത്ത് വെച്ചേക്കുന്ന ഇതൊക്കെ ഇവരെ കുഞ്ഞന്മാരെടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ശിവോടെ എന്തായാലും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഇതിന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത വിസിറ്റ് ചെയ്യുന്ന ഒരു ലോഫ്റ്റിൽ നമുക്ക് കുറച്ച് പ്രാവുകളെ വിശേഷങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ വേണ്ടി പറ്റുന്നു. അപ്പം അതിലൊരു മുഹമ്മദ് ഷിബിലി എന്ന് പറഞ്ഞൊരു പുള്ളി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മൂപ്പര് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം. ഫസ്റ്റ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആ പുള്ളി ഫസ്റ്റ് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രാവിനെ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഷിബുവാട്ടിന്റെ ഒരു ഐഡിയയിൽ ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഷിബുവാട്ടൻ ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? അതിപ്പോ സുഹൃത്തെ, ഞാന് പ്രാവ് ഇപ്പൊ വളർത്താൻ തുടങ്ങിയിട്ട് 25 വർഷത്തോളായി. നമ്മളെ ഇവിടെ സംബന്ധിച്ചിടത്തോളം 7:30 മണി പന്തയാ. അതില് ലൈറ്റ് ഉപയോഗിക്കാറില്ല. പിന്നെ ഈ ലൈറ്റ് ഇല്ലാത്ത മത്സരം അതിനെ കൊണ്ട് ആ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിയ പ്രാവിനെ മാത്രമേ നമ്മൾ വളർത്തുന്നുള്ളൂ. അതും ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വന്ന് പ്രാവായതുകൊണ്ട് നമ്മൾക്ക് ആ പ്രാവിനെ എങ്ങനെ ചേർത്തണം എന്നുള്ളത് അറിയാം. പിന്നെ പ്രാവിനെ പറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താന്നുള്ളത്. അപ്പോൾ കൂടുതൽ ഇനിയും മുകളിലേക്ക് പ്രാവ് ഇപ്പൊ കഴിഞ്ഞ വർഷം അൺലിമിറ്റഡിലേക്ക് കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് മത്സരങ്ങൾ വിട്ടത് ഓവറായി പോയതാണ് പ്രാവ്. അപ്പൊ പിന്നെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ പ്രകാരം അൺലിമിറ്റഡ് വിടാൻ തീരുമാനിച്ചു. അത് വിട്ട് 14 മണിക്കൂറിന്റെ മുകളിൽ പറന്നിട്ട് പ്രാവ് മിസ്സായി പോയതാണ്. നമ്മളൊരു ഭാഗ്യക്കുറവ് കൊണ്ട് പ്രാവ് ഒന്നും കയ്യിൽ കിട്ടിയില്ല. പിന്നിപ്പോ അങ്ങനത്തെ പ്രാവുകളെ ഇനി എങ്ങനെയാണെന്ന് മെയിനായിട്ട് ഞാൻ പ്രാവില് നോക്കല് ഐസൈനാണ് നോക്കല്. പ്രാവില് അത് ഏകദേശം മാച്ചാവുന്ന പ്രാവ് ചേർത്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ അതിനെ പറ്റി കൂടുതലുള്ളത് എന്താന്ന് നമ്മളിപ്പോഴും ഓരോ ദിവസം ഓരോ അറിവ് വരുമ്പോഴാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ ശിവടാ. അതുപോലെ തന്നെ നമുക്കിപ്പോ രണ്ടാമത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവിനെ പറപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ്. നിങ്ങൾ ഏത് രീതിയിലാണ് പറപ്പിക്കൽ? ഏത് രീതിയാണ്? ഞങ്ങളിവിടെ പ്രാവ് കുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പറവ അടുക്കുന്ന സമയത്തിനോട് കുറച്ച് ദിവസം പുറത്തുള്ള ആ വലക്കൂട്ടിൽ പിടിച്ചിടും, ഒരു 4-5 ദിവസം. പിന്നെ വൈകിട്ട് ഒരു സമയത്തിന് തീറ്റ കൊടുത്ത് അതിൽ ഇറങ്ങാനുള്ള പരിശീലനം ആദ്യം കൊടുക്കും, അതിലേക്ക് ഇറങ്ങാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാലത്ത് കുറച്ച് നേരം, അതായത് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ചോടയായിട്ട് കാലത്ത് പ്രാവിനെ കൂട്ടും. അതാകുമ്പോൾ ഒരുവിധ സ്ഥലത്തൊന്നും പ്രാവ് ഉണ്ടാവില്ല. വൈകിട്ട് 3 മണിക്ക് ശേഷം ആകുമ്പോൾ ഇവിടെ ഒരുപാട് പ്രാവും കൂടുള്ള സ്ഥലമാണ്. 10-15 പ്രാവും കൂടുള്ള ഈ ചുറ്റുഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് കണക്കായിട്ട് എല്ലാവരും ഫ്രീ ആവുന്ന സമയമാണല്ലോ വൈകുന്നേരം. അപ്പോൾ ഈ വൈകുന്നേരം പ്രാവ് ഓട്ടുമ്പോൾ അത് ഇവിടുന്ന് അവിടെ പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ട് പ്രാവ് മിസ്സാവുന്നുണ്ട് ഒരുപാട്. രാവിലെ കുറച്ച് നേരം ഓട്ടിയിട്ട് പിന്നെ അത് വൈകിട്ട്, അതായത് വൈകുന്നേരം ഒരു 6 മണി മുതൽ ഒരു 7 മണി വരെ ഓടിക്കും. പിന്നെ അതൊരു അവിടുന്ന് ഒരു 5:30 മുതൽ വിട്ടിട്ട് ഒരു 7:10, 7:15 വരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് ബാക്കി ഇങ്ങനെ സമയം താഴോട്ട് ഇറക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് പ്രാവ് വിടാറുള്ളത് ഇവിടെ. ഓക്കെ
ശിവടാ അതുപോലെ തന്നെ പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ ഒരു പ്രാവിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരു 3 ജോഡിക്ക് മുകളിൽ കുഞ്ഞിനെ എടുത്ത് നോക്കണം. ഒരു ഒരു ജോഡിയില് ഒരു 3 സെറ്റ് കുഞ്ഞന്മാരിൽ കൂടുതൽ എടുത്ത് നോക്കണം, എന്നാലേ നമുക്ക് ആ ഒരു സെറ്റിനെ മനസ്സിലാവുന്നുള്ള പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഷീപ്പ് വാട്ടർ ഫോളോ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? നിങ്ങൾ 3-ൽ കൂടുതൽ കുഞ്ഞന്മാർ എടുക്കാറുണ്ടോ, അല്ലെങ്കിൽ ഒരു സെറ്റ് മാത്രം എടുത്തിട്ട് സാമ്പിൾ പോലെ എടുത്തിട്ട് പിന്നെ പറപ്പിച്ച് നോക്കിയിട്ട് എടുക്കലുണ്ടോ? അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറ്? ഞാനിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് കാലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന പ്രാവായതുകൊണ്ട് എനിക്ക് ആ പ്രാവില് ഏത് പ്രാവ് ഇറങ്ങിയാല് എങ്ങനെ പറക്കും, ദൂരം പോകുന്ന പ്രാവാണോ അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് പറക്കുന്ന പ്രാവാണോ, മുകളിലേക്ക് പോകുന്ന പ്രാവാണോ, ഏതാണ് ആ പ്രാവില് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. മറ്റുള്ള പുറത്തുള്ള പ്രാവുകളെ ഇപ്പോൾ പല സൈസിൽ പ്രാവുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അതേ രീതിയിലായിരിക്കില്ല തൊട്ടപ്പുറത്തുള്ള കൂട്ടിൽ പ്രാവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ പ്രാവിനെ പുറത്തുനിന്ന് ഒരുപാട് പ്രാവ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിൽ ചേർത്താത്തത് ഒരേ പ്രാവ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനെ കൊണ്ട് എനിക്ക് അങ്ങനത്തെ ആവശ്യം വന്നിട്ടില്ല. അതായത് ഒരു 3-4 ജോഡി കുട്ടികൾ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്ക് അതിന്റെ പ്രാവ് ഏത് കളറിൽ വന്നാൽ ഇനി പറപ്പിക്കാൻ പറ്റാത്ത പ്രാവുകളുണ്ട്. നമ്മൾ ഈ പറവയ്ക്ക് കയ്യിൽ ഒതുങ്ങാത്ത പ്രാവുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പറപ്പിച്ചാൽ ഒരു 5 മണിക്കൂർ തികച്ചു പറക്കാത്ത പ്രാവും ഇറങ്ങുമായിരുന്നു. പക്ഷെ ആ പ്രാവൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത സെറ്റിൽ ചേർക്കുമ്പോൾ നമുക്കിത് ഈ 13.5ലേക്ക് ക്ലിയർ ആയിട്ട് വരുന്ന പ്രാവുകളെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ശിവോട്ട, നിങ്ങളിപ്പം കഴിഞ്ഞ വർഷം ടൂർണമെന്റ് വിട്ടിട്ട് പ്രൈസോ കാര്യങ്ങളോ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വർഷം ടൂർണമെന്റ് വിട്ടതിലിപ്പോ 13.5 മണി മത്സരത്തില് 2 13 മണിക്കൂറിന് പുറത്ത് പറഞ്ഞൊരു പ്രാവ് ഇറങ്ങി കിട്ടിയത്. ഒരു 8ഓളം മത്സരവും ഓവറായി പോവുകയാണ് ഉണ്ടായത്. 13.5ക്ക് ശേഷം, അതായത് 30-ന് ശേഷം ഓവറായി. പിന്നെ ആഗസ്റ്റ് 15 അന്ന് 2-3 മത്സരം കൂട്ടി വിട്ടതാണ്. അത് 28-29 പ്രാവ് ഇവിടെ താഴെ കിടന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിങ്ങനെ പിന്നെ പ്രാവ് കൊണ്ട് പോയി. 8:15 ശേഷമാണ് അന്ന് പ്രാവിന് കൈ കിട്ടിയത്. പ്രാവ് ഓവർ ആവുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇവിടെ ഇറങ്ങാണ്ട പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്നത് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡില് പ്രാവ് ഇട്ടിട്ട് ഫസ്റ്റില് 8:05 പ്രാവിന് ഈ 25 മിനിറ്റ് സമയം വെച്ചിട്ട് പ്രാവ് വരാണ്ടേ ആവുകയാണ് ചെയ്തത്. അന്ന് ഒന്നാമത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തൊട്ടടുത്ത് ഇവിടെ ലുലുമാൾ ഓപ്പൺ ചെയ്ത സമയമാണത്. ആ സമയത്ത് മുകളിലേക്കെല്ലാം ലൈറ്റ് അടിച്ചിട്ട് ഒരു പ്രാവിനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അതുവരെ പ്രാവ് അത് കണ്ടിട്ടുള്ള ശീലമില്ല. അങ്ങനെ അത് പ്രാവ് മിസ്സായി പോവാണ് ഉണ്ടായത്. രണ്ടാമത് അൺലിമിറ്റഡ് മാറ്റി വിട്ടേല് 8:25 വീണ്ടും രാത്രി 8:25 സമയം വെച്ചിട്ട് അന്നും പ്രാവ് നമുക്കൊരു നമ്മളതിനെ പറ്റി പഠിച്ചു വരുന്നുള്ളൂ. മറ്റുള്ളത് എന്താന്ന് വെച്ചാല് പ്രാവ് ഞാൻ ഈ പ്രാവിനെ വീണ്ടും മത്സരത്തിലേക്ക് വീണ്ടും വിട്ടത് എനിക്ക് ആ പ്രാവ് ഇറങ്ങുന്ന അറിയാം. പക്ഷെ അത് ഇറങ്ങണല്ലോ പ്രാവ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നത്. പ്രാവുകൾ ഇപ്പോ ഫസ്റ്റിൽ വിട്ട 2 ജോഡി രണ്ടാമത് മാറ്റി വിട്ട് പ്രാവ് എന്നിട്ട് ഓവറായി. പിന്നെ ഒരു 10 മണി ചാട്ടത്തില് 9 മണിക്കൂറും 26 മിനിറ്റും പറഞ്ഞിട്ട് ഒരു പ്രാവ് ഇറങ്ങി. അന്നും അതിന്റെ കൂടെ പറഞ്ഞ പ്രാവ് ഓവറായി. 8ഓളം മത്സരങ്ങൾ ഓവറായി പോയതാണ് ഈ കഴിഞ്ഞ വർഷത്തിൽ. അപ്പം നമ്മൾ നേരത്തെ ചോദിക്കാണ്ട് പോയ ഒരു ചോദ്യമുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നത് ചുമട്ട് തൊഴിലാളിയാണെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് വന്നത്? ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ ചെറുപ്പകാലത്തുണ്ട്. ചെറുപ്പം മീൻസ് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നൊക്കെ നമുക്കിപ്പോ എന്താണ് വീട്ടിൽ നിന്നും എല്ലായിടത്തുനിന്നും എതിർപ്പാണ്. പിന്നെ നമ്മളെ ഒരു ആശാന്ന് പറയും, സുനിയേട്ടൻ, ആളിപ്പം ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടുപോയി. മൂപ്പരെടുത്തു നിന്നാണ് നമ്മള് പ്രാവിന്റെ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ പ്രാവ് നോക്കലും അവിടെ പോയിരിക്കലും പ്രാവിനെ നോക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ആളിപ്പോ ഒരു 5-8 വർഷമായി അസുഖമായിരുന്നു. ആള് മരണപ്പെട്ടുപോയി. ഇവിടുന്നാണ് പ്രാവിന്റെ തുടങ്ങിയത്. പ്രാവിന്റെ തുടക്കം വരുന്നത് മൂപ്പരാണ് നമ്മള് പ്രാവിലേക്ക് കൈ പിടിച്ചു. ഇപ്പൊ നിലവിൽ നിങ്ങളിപ്പോ ഇവിടെ 2-3 ആൾക്കാരാണോ അല്ലെ നിങ്ങൾ ഒറ്റക്കാണോ ഇത് കൈകാര്യം ചെയ്യുന്നത്? അത് ഇപ്പൊ പറഞ്ഞാല് ഇവിടെ ഞാൻ കൂടാതെ ഇപ്പൊ എനിക്ക് ഇവിടെ സ്ഥലം തന്നെ, അതായത് നമ്മള് ഏട്ടനനിയന്മാരുമാരി നിൽക്കുന്ന ഒരു 3 ആളുണ്ട്. ഒന്ന് ലാലേട്ടൻ, ഒന്ന് ഷാനോജേട്ടൻ, ഒന്ന് ഷാജിത്തേട്ടൻ. പിന്നെ ഒന്ന് കൂടെ ഉള്ളത് ഒന്ന് നമ്മളെ പാർട്ട്ണർ ഉണ്ട്. ഇപ്പൊ ഒന്ന് അവന്റെ സ്നേഹിതന്റെ വിവാഹ നിശ്ചയാണ്. അപ്പൊ ഒന്ന് അവിടേക്ക് പോയതാണ്, ശരത്ത്. പിന്നെ എന്റെ ഭാര്യയുടെ ആങ്ങളിയും വരാറുണ്ട്. ഇവിടെ സീസൺ സമയമാകുമ്പോ വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും സജ്ജായിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പൊ എന്തായാലും നമുക്ക് സീസൺ അടുപ്പിച്ചാവാനായി. ഇപ്പം നമുക്ക് ഓൾറെഡി ഇപ്പൊ ഇതൊരു മാർച്ച് മാസമാണ്. നമ്മള് പ്രാവുകളെ
വിൽക്കാനും ഏകദേശം തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളിപ്പം പ്രാവുകളെ വലിച്ച് സെറ്റാക്കിയോ അല്ലെങ്കിൽ ഇരക്ക് മരുന്ന് കൊടുത്തിട്ടുള്ള എങ്ങനെയാണ്? ഞാനിപ്പോ കണ്ടീഷനില് കുറച്ച് പ്രാവുകൾ ഓട്ടി നിർത്തിയ പ്രാവുകളുണ്ട്. ഈ പ്രാവുകളിപ്പോ വിരയിളക്കി ഈ കാൽസ്യം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചിറക് ഊരി വിട്ടിട്ടില്ല. പിന്നെ ഇവിടെ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 20-നാണ്. ഏരിയ വണ്ടയല്ല, നമുക്ക് 2020 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 മണി ചാട്ടം. പിന്നെ അതിനോട് തൊട്ടടുത്ത് തന്നെ 10 മണി. അത് കഴിഞ്ഞിട്ട് മെയ് 10 അടുത്തിട്ടാണ് നമുക്ക് ഏരിയ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റിലെ ടൂർണമെന്റുകളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഒരു 5-8 പ്രാവ് ചിറക് ഊരി വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള പ്രാവുകളപ്പം ഈ ആഴ്ചയിൽ ഇന്നോ നാളേക്ക് ആയിട്ട് ഊരി വിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ശിവോടെ അതുപോലെ തന്നെ നമ്മളിപ്പോ നിങ്ങളിപ്പം ഈ ഒരു ജനറേഷനിൽ പഴയ ജനറേഷനിലെ പ്രാവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നിങ്ങള് പ്രാവ് സെയിലിംഗ് ഉണ്ടോ എങ്ങനെയാണ്? അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് മാത്രം കൊടുക്കലാണോ? എങ്ങനെയാണ് രീതിയിൽ? ഇപ്പോ 2 രീതിയിലും ഉണ്ട്. കൂടുതലായിട്ടുള്ളത് സുഹൃത്തുക്കൾക്ക് വെറുതെ കൊടുക്കലാണ്. പിന്നെ ചില ആളുകൾ പ്രാവ് ആവശ്യപ്പെട്ട് വരാറുണ്ട്. നമുക്ക് ആ പ്രാവ് വേണോ, ഇനിയിപ്പോ ചിലപ്പോ പറന്നുകൊണ്ടിരിക്കുമ്പോ പറയും ആ പ്രാവിനെ പറവാന്റെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുവിധ സ്ഥലത്തൊക്കെ പ്രാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുവിധ സ്ഥലത്ത് നിന്നല്ല നമുക്കറിയാലോ നമ്മൾ ഈ കൊടുക്കുന്നത്. അപ്പൊ ഈ കൊണ്ടുപോയ ആള് പറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും. കാരണം ബാക്കിയുള്ള പ്രാവാണല്ലോ ഇവിടെ ഉള്ളത്. ഇത് പറക്കുമ്പോ അത് പറക്കാണ്ടിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പ്രാവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്ന് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ജോഡി പ്രാവിനെ കൊടുത്താല് പിന്നെ അത് എന്താന്ന് ചോദിച്ചിട്ട് നമ്മള് അവരെടുത്ത് പോകലില്ല. കാരണം നമുക്കറിയാം അത് ആ പ്രാവ് പറക്കുന്നുള്ളത്. അവരായിട്ട് നമ്മളോട് ഇങ്ങോട്ട് പറയാറുണ്ട് പ്രാവ് പറന്നിട്ടുണ്ട്. ഇപ്പോഴും ഇക്കൊല്ലം ഉണ്ട്, കഴിഞ്ഞ വർഷത്തിലുണ്ട്. ഇക്കൊല്ലം എങ്ങനെ ഒരു നല്ല ടൈം പറഞ്ഞിട്ടുണ്ട്? കോഴിക്കോട് കണ്ണൂര് പ്രാവ് കൊടുത്തു വിട്ടിട്ടുണ്ട് നമ്മള്. പിന്നെ അതിനെ പറ്റിയിട്ട് എന്താണ് അന്വേഷണം നമ്മൾ നടത്താറില്ല. കാരണം ഇപ്പൊ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഓരോ പവറിനനുസരിച്ചിട്ട് ഒരു പ്രാവ് പറയും. അപ്പൊ പിന്നെ അതിലേക്ക് നമ്മളിപ്പോ എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കഷ്ടപ്പാടും എടുത്ത് പ്രാവ് ഉറപ്പിച്ചിട്ട് നമ്മളെ പ്രാവാണെന്ന് പറയുന്നതിലൊരു അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി അന്വേഷിക്കാറില്ല. നമ്മളോട് ഒരു പറയാറുണ്ട് എന്നെ പ്രാവ് പറഞ്ഞു. അതുകൊണ്ട് എവിടെ പറഞ്ഞു എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതുപോലെ നമ്മളെ പ്രാവായിട്ട് ഞാൻ വളരെ ദുർലഭ ആൾക്കാരായിട്ട് അടുത്ത് ബന്ധമുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ട്, പ്രാവിൽ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ പ്രാവ് അങ്ങോട്ട് കൊടുക്കാറും ഇങ്ങോട്ട് വാങ്ങാറും അങ്ങനത്തെ പരിപാടികളുള്ള ദുർലഭ ആൾക്കാരേ ഉള്ളൂ. ഒന്ന് നമ്മളെ ഇവിടെ തന്നെ കോഴിക്കോട് പയ്യപ്പള്ളി PGന്റെ ഷാജു, നമുക്ക് ഒരുപാട് പ്രാവിനെ മൂപ്പര് സഹായിക്കാറുണ്ട്, അങ്ങോട്ടും സഹായിക്കാറുണ്ട്. അതൊക്കെ നമ്മളെ ഉള്ളില് ഒതുങ്ങിക്കൊണ്ട് പോകുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് ഒരാള് ഷാനി ചാലാടുള്ള കണ്ണൂര്. പിന്നെ ഒന്ന് ജംഷീർ വളവട്ടണം. അങ്ങനെ കുറച്ച് ആളുകളായിട്ടുള്ള ബന്ധങ്ങളുള്ള അത് അന്നും കണ്ടിന്യൂ ചെയ്ത് പോരുന്നുണ്ട്, ഇന്നും പോകുന്നുണ്ട്. അത് നമ്മളെ സൗഹൃദത്തിലോ ഒന്നിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അതെ. കാരണം നമ്മൾ എന്താന്ന് വെച്ചാൽ ഇത് ഒന്നാമത് പ്രാവാണ്. ഇത് ഒരു മത്സരത്തിന് ഭയങ്കര സ്പോർട്സ് സ്പിരിറ്റ് ഉള്ള സാധനമാണ്. ഇത് ബന്ധം വളരാനും നല്ലതാണ്, തകർക്കാനും നല്ലതാണ്. അതുകൊണ്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് ദുർലഭ ആൾക്കാരായിട്ട്. ഇപ്പോ ഈ വർഷം അതേപോലെ നമ്മളെ ഷാനിബിന്റെ അടുത്ത് 14 മണിക്കൂറിന് മുകളിൽ പ്രാവ് പറന്നിട്ടുണ്ട്. നമ്മൾ അറിയാലോ, ഞങ്ങളെ വീടുണ്ട്. പിന്നെ ഒന്ന് നമ്മളെ പയ്യപ്പള്ളി PG, അവനും പിന്നെ ഒന്നാമത് എന്താന്ന് വെച്ചാൽ ആൾക്ക് ഒരുപാട് പ്രാവും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇവർക്ക് നോക്കാനോ നിൽക്കാനോ ഒന്നും അതിനൊരു സമയമില്ല. ഇപ്പം പിന്നെ ഒരു പയ്യുണ്ട് 1-2 വർഷമായിട്ട് അവനാണ് നോക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും ഉണ്ട്. ഇപ്രാവശ്യം ഏരിയക്ക് തന്നെ 13-23 പറഞ്ഞവിടെ. പിന്നെ ഒരു സമയം വന്നത് 14 ചില്ലറ വന്ന്. അങ്ങനെയുള്ള ദുർലഭ ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങൾ. പിന്നെ നമ്മളെ വേറൊരാളും കൂടെ പറയാൻ പറഞ്ഞാൽ എടുത്തു പറയാണ് നമ്മളെ അല്ലമീൻ മൂര്യാടിന്റെ റിയാസ്. നമ്മളായിട്ട് പ്രാവില് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ്. ഈ പ്രാവാണ് ഈ വർഷത്തില് 13-12 പറഞ്ഞിട്ടുള്ള പ്രാവ്. അതിന്റെ കൂടെ തന്നെ പറഞ്ഞ പ്രാവാണ് തൊട്ടപ്പുറത്ത് ഈ നിൽക്കുന്ന പ്രാവ്. ഇതൊരു കത്തിയറ് പ്രാവാണ്. സബ്ജയില് ഒരു തിരി റക്കവെള്ളയിലുള്ള പ്രാവാണത്. പിന്നെ ഉണ്ടായത് ഈ വെള്ള. ഈ പ്രാവിനെ നമ്മൾ പുറത്തെടുക്കാത്തത് എല്ലാത്തിനും ചിറക് വലിച്ചിട്ടിട്ടുള്ളത്. അപ്പൊ അത് ഒരിക്കലും ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു പ്രാവ് ഇതാണ് 10 മണി മത്സരത്തിന് 9:20 വരെ പറഞ്ഞു. ജാക്കുള്ളിയിലുള്ള ആളാണ്.
ഈ ഒരു ഈ ലൈനിൽ വരുന്ന ഈ കൂടിൽ വരുന്ന പ്രാവുകളെല്ലാം കഴിഞ്ഞ വർഷം മത്സരത്തിൽ ഉപയോഗിച്ച പ്രാവുകൾ എല്ലാം പറന്നതും ഓവറായിട്ടുള്ള പ്രാവുകളാണ് ഈ ഒരു മൊത്തം. ഇതിനിപ്പോ ഒരു ഫീമെയിൽ മാത്രമേ മാറ്റമുള്ളൂ. അത് പിന്നെ ഫീമെയിൽ ആയതുകൊണ്ട് വേറെ കള്ളിയിലാണ് വെച്ചിട്ടുള്ളത്. മൊത്തം ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കഴിഞ്ഞ വർഷം പറന്നതും 5-8 ഓവറായിട്ട് പറന്ന പ്രാവുകളാണ് ഉള്ളത്. പിന്നെ നമുക്കുള്ളത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഓവർ പറഞ്ഞിട്ടുള്ളതിലുള്ളത് അതില് ഒരു പ്രാവിനെ പറവുള്ള സമയത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തെ ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മത്സരം എല്ലാം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞതാണ്. അപ്പൊ അത് മത്സരം കഴിഞ്ഞ സമയത്ത് അവർ വന്നിട്ട് അത് മേടിച്ചിട്ട് പോയി. പിന്നെ കൂടെ പറഞ്ഞ പ്രാവുണ്ട് ഇവിടെ ഫീമെയില്, അത് പുള്ളിയിലുള്ള ഒരു ഫീമെയിലാണ്. അത് പ്രാവിനെ ഞാൻ മുകളിൽ വെച്ച് കാണിച്ചു. അതിന്റെ കൂടെ പറഞ്ഞത് ഈ പ്രാവിനെയാണ് അൺലിമിറ്റഡിലേക്ക് 14 മണിക്കൂറിന് മുകളിൽ പറഞ്ഞിട്ട് പുറത്തു പോയല്ലോ, ആ പ്രാവാണിത്. ലൈറ്റിന്റെ പ്രശ്നം. അതെ ലൈറ്റ്. പക്ഷെ പ്രാവുകള് 2 പ്രാവുകൾ അന്ന് തന്നെ രാത്രി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രാവ് പേടിച്ചിട്ട് നീങ്ങിപ്പോയതാണ്. 2 പ്രാവിന് 2 മത്സരത്തിലും രാത്രി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെ. ഇതിന്റെ എല്ലാ അച്ഛനും അമ്മയും എല്ലാം നിങ്ങളുടെ ഉണ്ട്. ഇതിന്റെ എല്ലാ ബാക്കി പ്രാവുകളും ഉണ്ട്. ഈ 2 പ്രാവുകള് കുട്ടിയാണ് ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. 14 മുകളിലേക്ക് പറഞ്ഞതും ഓവർ പറഞ്ഞതും ഈ പ്രാവിലുള്ള ഈ ഒരു ജോഡിൽ തന്നെയാണ്. പിന്നെ ബാക്കി വരുന്നതൊക്കെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആളുകൾ തന്നെയാണ് ആ പ്രാവ് കാണിക്കുക. മെയില് നിങ്ങള് കുഞ്ഞിറക്കി തന്നെയാ? മെയിലൊക്കെ ഇവിടെ ഉള്ള പ്രാവാണ്. ആദ്യം പറക്കുന്ന പറവയിലുള്ള പ്രാവാണ്, കൈവശമുള്ള പ്രാവാണ്. ഇതില് ഈ വർഷം കുഞ്ഞെടുത്തിട്ടുണ്ടാ? ഈ വർഷം കുട്ടി എടുത്തിട്ടുണ്ട്. വേറെയും കുട്ടികൾ ഉണ്ടായില്ല. പിന്നെ ഒരുവിധം പ്രാവുകളെല്ലാം അതേ 1-2 ലൈന് പ്രാവുകളെ ഇവിടെ നിലവിലുള്ളൂ. അപ്പം പിന്നെ വരുന്നത് എല്ലാ പ്രാവുകളും ഒന്നൊന്നായിട്ട് ടച്ച് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രാവും ഇവിടെ വേറെ ഉപയോഗിക്കില്ല. ഇതിപ്പോ നമ്മള് കണ്ട ആ ജോഡിയിലുള്ള മെയിലാണത്. മെയിൽ പ്രാവുകളാണത്. ഇത് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിട്ട് പറഞ്ഞ പ്രാവുകളാണ്. ആ പ്രാവില് തുണയിലെ ഒരു പ്രാവിന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിരിക്കുന്നു. അത് കഴിഞ്ഞ വർഷം അതേമാതിരി സ്റ്റാർട്ടിങ് മത്സരത്തില് നമുക്ക് ഇത് വന്നതാണ്. എന്താണ് ഈ മഴക്കാറില് കയറി പോയ പ്രാവ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അതില് ഇവരെക്കാൾ കുറച്ച് മൂപ്പിലുള്ള ഒരു പ്രാവാണ് ഈ ഒരാണ്. എല്ലാം പിന്നെ അതേ ഇങ്ങനെ ലൈനിൽ വരുന്ന പ്രാവുകളാണ്. പിന്നെ അതില് വരുന്നത് ഇങ്ങനെ ഒരു സബ്ജപ്പുള്ളി പ്രാവ് വരുന്നു. ഇത് ആ ലൈനിൽ തന്നെയുള്ള പ്രാവാണ്. സബ്ജപ്പുള്ളിയിലല്ലേ? അതെ. ഇങ്ങനെയാണ് വരിക. ഈ ഒരുവിധം പ്രാവുകളൊക്കെ ഈ കളറിലാണ് വരല്. വാൽക്കറുപ്പിലേക്ക് ദുർലഭ വരലുള്ളൂ. ഇതിപ്പം ഇതെല്ലാം കുഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കല? ഇതിപ്പോ ഒക്കെ കുട്ടി എടുക്കാൻ വേണ്ടിട്ട് ഈ വർഷം എല്ലാ പ്രാവുകൾക്കും കുട്ടി എടുത്തിട്ടുണ്ട്. അതിൽ ഫീമെയിൽസ് ഉണ്ട്, ഞാൻ കാണിക്കാം. ഫീമെയിൽസ് ആണിത് അതിൽ വരുന്നത്. ഇതെല്ലാം ഇവരെ അതെ ഇവരെല്ലാരും ഒരു ഏട്ടൻ ഏച്ചി അനിയത്തി അങ്ങനെ ഒരു ബന്ധത്തിൽ പോകുന്ന പ്രാവുകളാണ്. എല്ലാം നിങ്ങൾ ആ ജോഡി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എല്ലാവരും അതെ മാറ്റി മുകളിൽ താഴ്ത്തുന്ന അങ്ങനെ ജോഡി ചേർത്ത് വന്നിട്ടുള്ള കുട്ടികളാണ്. അത് ഒരു ലൈനേജ് ഒപ്പം കീപ്പ് ചെയ്ത് വളർത്തുന്ന ഒരു ലോഫ്റ്റാണ് കേട്ടോ, ലോഫ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് പ്രാവുകളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാം ഏകദേശം കാണാനെല്ലാം ഒരുപോലെയുള്ള പ്രാവുകളാണ് കൂടുതലുള്ളത്. എല്ലാം ഒരേ ഷേപ്പ്, ഒരേ തലയെടുപ്പ്, എല്ലാം ഇതൊക്കെ അതിൽ വരുന്നതാണല്ലേ? ഫീമെയിൽ അതിൽ വരുന്ന പ്രാവുകൾ അത് അങ്ങനെ ഇറങ്ങും. സബ്ജപ്പുള്ളി. ഇതിപ്പോ ഈ ആണ് പോലെ തന്നെ വരുന്ന സബ്ജക്ട്? അതെ അതിൽ വേറൊരു ക്വാളിറ്റിയിൽ വരുന്ന പ്രാവാണ് ഈ ഒരു ടൈപ്പ് അല്ലേ? ഇതൊക്കെ ശരിക്കും നമുക്ക് കാണുമ്പോ ഒരു ആന്ധ്ര ബേർഡ് ടച്ചിലേക്ക് വരുന്ന ടൈപ്പ് അല്ലേ? സബ്ജപ്പുള്ളി അങ്ങനെ വരുന്ന പ്രാവ്. സബ്ജപ്പുള്ളി ഈ പ്രാവിന് കരിങ്കണ്ണിലും പ്രാവ് ഇറങ്ങും. ഇതിൽ തന്നെ ഈ പ്രാവിൽ തന്നെ വല്ല ഒരു ദുർലഭമായിട്ട് കരിങ്കണ്ണിൽ ഞാനൊരു പ്രാവ് കാണിക്കാം. ആയിക്കോട്ടെ. ഈ പ്രാവ് കരിങ്കണ്ണെന്ന് വരുന്ന പ്രാവാണ്. ഇതിൽ തന്നെ വരുന്ന? ഇതിൽ തന്നെ വരും. ഇതിൽ സബ്ജപ്രാവും വരും. വെള്ളയിൽ ഇറങ്ങുന്നുണ്ടല്ലേ? വെള്ളയായിട്ട്.
ഇതും അതിൽ തന്നെ എല്ലാം ഏകദേശം എല്ലാം ഒറ്റ ഷേപ്പ് തന്നെ അല്ലേ പ്രാവ് എല്ലാം. ചൂട് ഈ ഒരു പ്രാവ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ ഷാനി ചാലാടുള്ള. അപ്പൊ അവര് അൺലിമിറ്റഡിൽ പറപ്പിക്കുന്ന ലൈനില് ഒരു പ്രാവിനെ ആണിനെ കുട്ടിയെടുക്കാൻ വേണ്ടി കൊണ്ട് കൊടുത്തു വിട്ടതാണ്. അപ്പൊ അത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ വർഷം കുട്ടികളെ എടുത്തിട്ടുണ്ട്, 2 കുട്ടികളെ എടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഓട്ടിയിട്ട് വേണം നമുക്ക്. അവിടെ ഇരിക്കാണ്ട് പോകുന്ന പ്രാവുകളാ, അതിൽപ്പെട്ട പ്രാവാണിത്. കുഞ്ഞന്മാരെ പ്രാവശ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞന്മാരെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ തന്നെ ഒരു സ്ട്രക്ചറിലുള്ള പ്രാവല്ലേ. അതില് റെക്കവറിലായിട്ടാണ് പ്രാവ് ഇറങ്ങാറ്. റെക്കവറില. ഇതിന്റെ കുഞ്ഞന്മാർ ഇപ്പൊ നമുക്ക് ഇവിടെ കാണിക്കാനുണ്ട്. അങ്ങനെ 3 പ്രാവും ആ പ്രാവിന്ന് ഇറങ്ങിയിട്ടുള്ള പ്രാവ് എല്ലാം ഒറ്റ പ്രാവിലേക്ക് വരും. ചിറകുണ്ടല്ലേ? ചിറകുണ്ട്. ചിറക് ഇപ്പൊ റണ്ണിങ്ങിൽ ഇങ്ങനെ കുറച്ച് സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. പിന്നെ നമുക്കുള്ളത് ജാക്കുള്ളിയിലാണ് പ്രാവ്. ഒന്ന് 2 പ്രാവ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്രാവാണ്. അത് ഇപ്പൊ പ്രാവ് ചേർത്തിട്ടുണ്ട് കുട്ടികളിൽ. ഞാൻ ആ ഫീമെയിൽ കഴിഞ്ഞ വർഷം പുറത്തുനിന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവാണ്. അപ്പൊ കഴിഞ്ഞ വർഷം പ്രാവ് പറഞ്ഞതായിരുന്നാണ്. അപ്പൊ അതില് മെയിലിന്റെ ചത്തുപോയിട്ടുണ്ട്. മെയിലിന്റെ ലൈനിലുള്ള പ്രാവുകൾ ഇവിടെ ഉണ്ട്. ഇനി ആ പ്രാവ് പ്രാവശ്യം അതിലേക്ക് ചേർക്കണം. ഫീമെയിൽസിനെ കാണിച്ചു തരാം. ഇതാണ് ആ ഫീമെയിൽസ്. ജാക്കുളികളല്ലേ? ഒന്ന് 2 കരിങ്കണ്ണ് പച്ചടിപ്പ് കണ്ണുകളല്ലേ? ഇതിലാണ് ഇപ്രാവശ്യം നിങ്ങൾ ഓടിയെന്ന് പറഞ്ഞു. അതെ. ഈ വർഷമല്ല, കഴിഞ്ഞ 2024 വർഷത്തിൽ. ഈ വർഷം ഞാൻ ഈ പ്രാവില് വേറെ ജോഡി ചേർത്തിട്ടുണ്ട്. അപ്പൊ അതില് റിസൾട്ട് വരേണ്ടതാണ്. പ്രാവ് ഓടിച്ചോണ്ടിരിക്കുന്നത്. ഓട്ടി മുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് വലിച്ചിട്ട് മത്സരത്തിലേക്ക് ഉപയോഗിക്കണം. ഞാൻ ആ പ്രാവുകളെ കാണിക്കാം. ഇതിന്റെ കുഞ്ഞന്മാരുണ്ടോ നമുക്കിപ്പോ കാണിക്കാം. ഇതൊരു ആൺകുഞ്ഞനാണ്. അത് ഇതല്ലേ കരിങ്കണ്ണ് ഒരു പച്ചടിപ്പ് കണ്ണായിട്ടാണ് അതിൽ വരല്. പിന്നെ മഞ്ഞക്കണ്ണിലും പ്രാവ് വരാറുണ്ട്. ഒരു ജാക്കുള്ളിയിലൊരാണ്. അതെ. മുറിച്ചിട്ടിട്ട് ആ പ്രാവ് ഒരു പ്രത്യേക കളറിൽ വന്നപ്പോ വെട്ടി നിർത്തിയതാണ്. പിന്നെ ഉള്ളത് 2 ഇതാ ഇങ്ങനെ. അത് ഇത് ഇപ്പം ആയിരുന്നു ഈ പ്രാവ്. ഇപ്പൊ വലുതാവും തോറും മേല് വൈറ്റ് കൂടി ജാക്കുള്ളി. പിന്നെ നമ്മള് നേരത്തെ കാണിച്ചില്ലേ, നമ്മള് പറന്ന പ്രാവ്, കഴിഞ്ഞ വർഷം പറന്ന പ്രാവ്, അതിന്റെ അച്ഛനും അമ്മയും കാണിച്ചല്ലോ. ആ ഒരു ജെൻസില് ഏറ്റവും കൂടുതൽ പ്രായത്തിലുള്ള പ്രാവാണിത്. അതിപ്പോ ഇതാണ് ഫീമെയിൽ ചേർത്തിട്ടുള്ളത്. ഇതൊന്നും ഇങ്ങനെ സബ്ജപുള്ളിയിൽ നിന്ന് വരുന്ന പ്രാവാണത്. അപ്പൊ അത് ഇങ്ങനെ ജോഡിയായിട്ട് നിർത്തിയിട്ട് ഇപ്പൊ മുടട്ട് കിടക്കാണ്. അതില് മക്കൾ ഇറങ്ങിയത് ഉണ്ട്. ഇവിടെ ഞാൻ ഓട്ടി വെട്ടി വെച്ചതാണ്. ഇങ്ങനെ കളറില് പിന്നത് അങ്ങനെ ഒരു പുള്ളി. ഇതൊരാണ്. ഈ വർഷത്തെ കുട്ടികളാണത്. അപ്പൊ എല്ലാം ഓരോന്ന് ഓട്ടിയിട്ട് വെട്ടി നിർത്തിയതാണ്. പ്രാവുകളൊക്കെ രാത്രി ഞാനൊരു 8-8:15 വരെ പ്രാവ് ഓടിച്ച് നിർത്തിയതാണ് ഇപ്പൊ. കാരണം ഇപ്പൊ പകല് ഒന്നാമത് എന്താന്ന് വെച്ചാല് വൈരി നല്ലോണം അടിക്കുന്നോണ്ടേ പ്രാവിനെ അങ്ങനെ സമയം താഴത്ത് ഇറക്കി വിടലില്ല. രാത്രി കുറച്ചു നേരം ലൈറ്റിൽ നിർത്തിയിട്ട് അങ്ങനെ ഇറക്കാറാണ്. അതെ. ആ പ്രാവിനൊരു 10-14 വയസ്സിന്റെ അടുത്ത് പ്രായമുണ്ട്. ഇതല്ല പ്രാവ് ഇതിനേക്കാളും വയസ്സിന് മൂത്ത. ഞാൻ പറഞ്ഞല്ലേ നേരത്തെ നമ്മളെ ആശാന് സുനിയേട്ടന്റെ
അവിടുന്ന് മൂപ്പര് വഴിയിൽ ഒരു പ്രാവ് എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് കുട്ടികളെ കിട്ടലൊന്നുമില്ല. വീട്ടിൽ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. വീട്ടിൽ ഒരു 5-8 ജോഡി പ്രാവ് വീട്ടിലുണ്ട്. അപ്പോ അതിനവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ജെംസി വളവട്ടണോ, അത് നമ്മളെ ജെൻസീറാണ്. അതെന്താ വെച്ചാൽ ജെംസി വളവട്ടണത്ത് വേറൊരാളുണ്ട്, ജെൻസീർ അക്വാ പെറ്റ്സിന്റെ കണ്ണൂരുള്ള അവന്റെ ആണ് പ്രാവ്. അവനായിട്ടാണ് ഞാൻ വന്നോ, അവനാണ് ഈ ആണ്. ഇപ്പൊ അതിലേക്ക് ചേർത്തിട്ടുള്ളത് ഈ ഫീമെയിലാണ്. പ്രാവ് നല്ല ജോയിന്റിൽ നല്ല പറക്കലാണ് പ്രാവ്. കുട്ടികൾ ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. അതെ അതെ അതെ, അത് ഓരോ ലൈൻ പ്രാവാണത്. ഇതിപ്പോ കുറച്ചായിട്ട് ആള് പ്രാവില്ല, അപ്പൊ അന്നേരം ഇവിടെ കൊണ്ട് വിട്ടതാ. അതിന്റെ മക്കളുണ്ട് ഇവിടെ, ഞാൻ ആ പ്രാവുകളെ കാണിക്കാം. ഇതതില് വരുന്ന മക്കളാണ് രണ്ടാളും, ഇപ്രാവശ്യത്തെ കുട്ടികളാണ്. ഇതിപ്പോ അച്ഛന്റെ കോലത്തിലേക്ക് കാലില് കുറെ ഇറങ്ങിട്ടാ. കത്തങ്കട്ടച്ചാണ് ആണ് ഫീമെയിൽ. അങ്ങനെ തന്നെയാണ് ചേർത്ത ഫീമെയിൽ. 2 ഫീമെയിൽസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കണ്ടതിൽ ഇങ്ങനത്തെ പിന്നെ കുറേ അധികം പ്രാക്കളുണ്ട്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഞങ്ങൾക്ക് പിന്നെ സുഹൃത്തുക്കള് കൊടുക്കാറുണ്ട്, കണ്ണൂർ അവിടെയൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അത് കൂടാണ്ട് എക്സ്ട്രാ ഇപ്പം കുറെ പ്രാവുകൾ ബാക്കിയാവുന്ന പ്രാവുകൾ നമുക്ക് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ, പറപ്പിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും ചെറിയ രീതിയിൽ നമുക്ക് വിൽപ്പന നടത്താൻ പറ്റുമോ? നമുക്ക് നോക്കിയിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാം. പറപ്പിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ കൊടുക്കാം. കാരണം അത് ഒരുപാട് പ്രാവ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോ എല്ലാ പ്രാവിനും ഉപയോഗിക്കാൻ കഴിയില്ല എനിക്ക് എന്തായാലും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതില് പല അപകടങ്ങളും കാര്യങ്ങളും സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിൽ കൂടുതലായിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മളെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുക. ഞാൻ ഇപ്പൊ ഇന്നലെയും പ്രാവ് ഒരു 5 പ്രാവിനെ ഇന്നലെ നമ്മളൊരു സുഹൃത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന് കുറെ ചോദിക്കുന്നത്. അപ്പൊ 2 പ്രാവ് വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. 5 പ്രാവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 1-2 ആളുകൾക്ക് ഇനി വീണ്ടും എന്നോട് ആവശ്യപ്പെട്ട ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും നമ്മള് അങ്ങനെ നമ്മളായിട്ടുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഇനി പറപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഏതെങ്കിലും പ്രാവുകൾ, അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രാവുകൾ ഏതാ വേണ്ട വെച്ചാൽ കൊടുക്കാം. കാരണം എനിക്ക് ഇത് എല്ലും പാടെ പ്രായം നമുക്ക് മത്സരത്തിൽ കൊള്ളിച്ച് കൊണ്ടുവരാനും കഴിയും. 10-12 പ്രാവ് കണ്ടെടുത്തോളം എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾ പറപ്പിക്കുന്നത് 7 മണിക്കൂറിന്റെ ടൂർണമെന്റ് ആണെങ്കിലും പ്രാവുകളെല്ലാം ക്വാളിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡിലേക്ക് ഇല്ല ക്വാളിറ്റി ലെവലിലുള്ള പ്രാവുകളാണ്. ഇതുവരെ ഒരു കൂട്ടിൽ പോയിട്ട് കാണാത്തൊരു സംഭവം ഉണ്ട്. ഇത് വിടുന്ന ഡേറ്റ്, ടൂർണമെന്റ് വിടുന്ന ഡേറ്റ് പ്ലസ് ടൂർണമെന്റ് പേര്, അത് അതിന്റെ റിസൾട്ട്, കഴിഞ്ഞ വർഷത്തെ റിസൾട്ടാണ് കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൂട്ട് പോയിട്ട് കൂട്ടത്തിൻ്റെതാ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണുന്നത്. ഇതിലിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ 13/5 ഫസ്റ്റ് ടൂർണമെന്റ് വിട്ട് 2020 7/11, 7 5:32, 10 മണി ടൂർണമെന്റ് ഓവർ, പ്രാവിന്റെ പേരടക്കമുണ്ട്. പിന്നെ 1 2 3 3 4 5 6 7 8 9 ഓവറുകളുണ്ട് ഈ ഇതില്. അപ്പൊ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷിബുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഷിബുവിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മൂപ്പരെ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഷിബുവാണ്. തീർച്ചയായിട്ടും.